വസുധൈവ കുടുംബകം, ലോകം ഒരൊറ്റ കുടുംബം. ഇതാണ് നമ്മുടെ രാജ്യം, ഭാരതമെന്നും ലോകത്തിന് നൽകിയ സന്ദേശം. പക്ഷെ ഇന്ന് ആ കുടുംബത്തിൽ വിള്ളലുകൾ വീഴുകയാണ്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഇന്ത്യക്കാർ വംശീയ വിദ്വേഷത്തിന് ഇരകളാവുകയാണ്. ന്യൂസിലൻഡിലെ തെരുവുകളിൽ കേട്ട "ദിസ് ഇസ് നോട്ട് ഇന്ത്യ" എന്ന വിദ്വേഷ മുദ്രാവാക്യവും ബംഗ്ലാദേശിലെ ചോരപ്പുഴയും വെറും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഇതിന് പിന്നിൽ ഭയപ്പെടുത്തുന്ന ഒരു പാറ്റേൺ തന്നെയുണ്ട്. എന്തുകൊണ്ടാണ് ലോകം ഇന്ത്യക്കാർക്ക് നേരെ ഇത്രയും ശത്രുത കാണിക്കുന്നത്? ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യക്കാർക്കെതിരെ വംശീയ അധിക്ഷേപങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ന്യൂസിലൻഡിലെ ഓക്ലൻഡിൽ സമാധാനപരമായി നടന്ന ഒരു സിഖ് നഗർ കീർത്തൻ പരേഡ് വലിയ രീതിയിലുള്ള തടസ്സപ്പെടുത്തലുകൾക്ക് സാക്ഷിയായി. "ദിസ് ഇസ് ന്യൂസിലൻഡ് നോട്ട് ഇന്ത്യ" എന്നെഴുതിയ ബാനറുകളുമായി ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പാണ് പരേഡ് തടഞ്ഞത്. സമാനമായ ഒരു സാഹചര്യമാണ് ബംഗ്ലാദേശിലും നിലനിൽക്കുന്നത്. അവിടെ ഇന്ത്യൻ വംശജർക്കും ന്യൂനപക്ഷങ്ങൾക്കുമെതിരായ ക്രൂരതകൾ അനുദിനം വർദ്ധിക്കുകയാണ്. നമുക്ക് ഈ രണ്ട് സംഭവങ്ങളും ഒന്ന് വിശകലനം ചെയ്യാം. ന്യൂസിലൻഡിലെ സൗത്ത് ഓക്ലൻഡിൽ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു നേരത്തെ പറഞ്ഞ സംഭവം. സിഖ് വിശ്വാസികളുടെ പരേഡ് നടന്നുകൊണ്ടിരിക്കെ ഡെസ്നി ചർച്ച് എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട ട്രൂ പാട്രിയറ്റ്സ് ഓഫ് NZ എന്ന ഗ്രൂപ്പാണ് പ്രതിഷേധവുമായി എത്തിയത്. പ്രതിഷേധക്കാർ കയ്യിലേന്തിയ ബാനറിൽ "ദിസ് ഇസ് ന്യൂസിലൻഡ് നോട്ട് ഇന്ത്യ" എന്ന് വ്യക്തമായി എഴുതിയിരുന്നു. സിഖ് വിശ്വാസികൾക്ക് മുന്നിൽ അവർ ഹക്ക നൃത്തം അവതരിപ്പിക്കുകയും "വൺ ട്രൂ ഗോഡ് ജീസസ്" തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്തു. വളരെ തീവ്രമായ മുഖഭാവങ്ങൾക്ക് പേരുകെട്ട ന്യൂസിലൻഡിലെ മവോറി ജനതയുടെ ശക്തമായൊരു പരമ്പരാഗത ആചാരപരമായ നൃത്തമാണ് ഈ ഹക്ക എന്ന് പറയുന്നത്. വലിയൊരു സംഘർഷം ഒഴിവാക്കാൻ പോലീസ് ഉടൻ തന്നെ ഇടപെടുകയും ഇരുവിഭാഗത്തെയും വേർതിരിച്ചു നിർത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ ഒരു സംഭവത്തിൽ ഇന്ത്യൻ സിഖ് കമ്മ്യൂണിറ്റി വലിയ പ്രതിഷേധത്തിലാണ്. നിയമപരമായ അനുമതി വാങ്ങി നടത്തിയ പരേഡിനെ തടഞ്ഞത് ഹേറ്റ് ക്രൈം ആണെന്ന് പല നേതാക്കളും ഇതിനോടകം വിമർശിച്ചു കഴിഞ്ഞു. അതേസമയം ഈ സംഭവത്തിന്റെ കൂടെ ചേർത്ത് വയ്ക്കേണ്ട സംഭവങ്ങളുടെ വാർത്തകളാണ് നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ നിന്നും പുറത്തുവരുന്നത്. ബംഗ്ലാദേശിലെ സ്ഥിതി കൂടുതൽ ഭീകരമാണെന്ന് വേണം പറയാൻ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവിടെ ഇന്ത്യക്കാർക്കും ഹിന്ദു സമൂഹത്തിനും നേരെ വലിയ തോതിലുള്ള ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മൈമൻസിംഗിൽ ദീപു ചന്ദ്രദാസ് എന്ന യുവാവിനെ ഒരു അക്രമി സംഘം ക്രൂരമായി തല്ലിക്കൊല്ലുകയും അദ്ദേഹത്തിന്റെ മൃതദേഹം റോഡിലിട്ട് കത്തിക്കുകയും ചെയ്തു. ഇന്ത്യയുമായി ബന്ധമുള്ള സാംസ്കാരിക സ്ഥാപനങ്ങളും പത്ര ഓഫീസുകളും ഒക്കെ ആക്രമിക്കപ്പെടുകയാണ്. ഇന്ത്യൻ വിസ സെന്ററുകൾക്ക് നേരെയും കല്ലേറുണ്ടായി. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭരണമാറ്റത്തിന് ശേഷം ബംഗ്ലാദേശിൽ വർഗീയ ശക്തികൾ തലപൊക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് കേവലം ആൾക്കൂട്ട ആക്രമണമല്ല, മറിച്ച് കൃത്യമായ പ്ലാൻ ചെയ്ത വംശഹത്യാ ശ്രമങ്ങളാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2025 റിപ്പോർട്ടുകൾ പ്രകാരം കാനഡ, ഓസ്ട്രേലിയ, US തുടങ്ങിയ രാജ്യങ്ങളിലും സമാനമായ രീതിയിൽ ആന്റി ഇന്ത്യൻ സെന്റിമെന്റ് വർദ്ധിച്ചു വരികയാണ്. സമാധാനപ്രിയരായ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ ഇൻവേഡേഴ്സ് അല്ലെങ്കിൽ ജോബ് തീവ്സ് എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്ന പ്രവണത സോഷ്യൽ മീഡിയയിലും വളരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർ ഇത്രയും അധികം ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്? ഇതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഒന്നാമതായിട്ട് ഇക്കണോമിക് ഇൻസെക്യൂരിറ്റി, അതായത് വിദേശ രാജ്യങ്ങളിലെ ജോലി സാധ്യതകൾ ഇന്ത്യക്കാർ തട്ടിയെടുക്കുന്നു എന്ന തെറ്റായ പ്രചാരണമാണ്. പിന്നെ ലോകമെമ്പാടും തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾ ശക്തമാകുന്നത് വംശീയ അധിക്ഷേപങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നു. അതിലിങ്ങനെ വൈറ്റ് സുപ്രമസി, ഈ തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഇപ്പോൾ ഇന്ത്യക്കാരെ പ്രധാനമായി ശത്രുക്കളായി കാണുകയും ചെയ്യുന്നു. അതുപോലെ അടുത്തത് സോഷ്യൽ മീഡിയയിലെ മിസ്ഇൻഫർമേഷൻ ആണ്. എക്സ്, ടിക്ടോക്ക് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ ഇന്ത്യക്കാരെ മോശമായി ചിത്രീകരിക്കുന്ന വീഡിയോകൾ ബോധപൂർവം പ്രചരിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ഈ 2 സംഭവങ്ങളും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, ഇത് നമ്മോട് പറയുന്നത് ഒന്ന് തന്നെയാണ്. വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാരുടെ സുരക്ഷ ഒരു വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ്. ന്യൂസിലൻഡിലെ വംശീയ അധിക്ഷേപമായാലും അതെ, ബംഗ്ലാദേശിലെ ക്രൂരമായ കൊലപാതകങ്ങളായാലും സമാധാനപരമായ സഹവർത്തിത്വത്തിന് വലിയ ഭീഷണി തന്നെയാണ്. ഇവയൊക്കെ ആഗോള സമാധാനത്തിന് തന്നെ വലിയ ഭീഷണിയാണ്. റേസിസം, വംശീയത എന്നത് ഒരു സമൂഹത്തെ തന്നെ കാർന്നു തിന്നുന്ന അർബുദമാണ്. ഇന്നത് ഇന്ത്യക്കാർക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നു. ലോകത്തിന്റെ പുരോഗതിക്കായി വിയർപ്പൊഴുക്കുന്ന ഇന്ത്യൻ പ്രവാസികൾ ഇന്ന് ഭയത്തോടെയാണ് കഴിയുന്നത്. ഭരണകൂടങ്ങൾ മൗനം വെടിയണം. ഇത്തരം വിദ്വേഷ ഗ്രൂപ്പുകൾക്കെതിരെ കർശന നിയമങ്ങൾ കൊണ്ടുവരണം. ഇത്തരം വിദ്വേഷ ഗ്രൂപ്പുകൾക്കെതിരെ അന്താരാഷ്ട്ര അധികാരികൾ കർശനമായ നടപടികൾ കൈക്കൊള്ളേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇന്ത്യ ഈ വിഷയങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഗൗരവമായി തന്നെ ഉന്നയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.